+1 ബോട്ടണിയിലെ എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ എന്തായാലും ഉത്തരം പറയണം. ക്രൈറ്റീരിയ ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാ സാറേ? സിമ്പിൾ ക്വസ്റ്റ്യനാ. ഉത്തരം ഒന്ന് പറഞ്ഞ കേക്കട്ടെ. ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പം ചിലർക്ക് ഉത്തരം തന്നെ അറിയില്ല. അന്തം വിട്ടിരിക്കുന്നവര് കുറച്ചു പേരെങ്കിലും കാണും. ചിലർക്കോ 5 പോയിന്റ് ഉള്ളതിലെ ആദ്യത്തെ 2 പോയിന്റ് മാത്രം ചിലപ്പോൾ ഓർമ്മ വരാം, ബാക്കി 3 പുകയായിരിക്കും. ചിലർക്കോ 5 ഉത്തരവും കൃത്യമായിട്ട് അറിയാം. ചിലർക്ക് ഉത്തരം അറിയാം, പക്ഷെ ഈ ചോദ്യത്തിന്റെ ഉത്തരമെന്ന് ചിലർക്ക് അറിയില്ലായിരിക്കും. ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ പറയാറുണ്ട്, ഉത്തരം അറിയാത്തവരും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ പറയാറുണ്ട്, സാർ ബയോളജി ടഫാണ് സാർ, എനിക്ക് ബാക്കി സബ്ജക്റ്റ് ഒന്നും ഒരു പ്രശ്നമില്ല സാറേ, ബയോളജിയിലേക്ക് വരുമ്പോൾ അത് ടഫാകുന്നു സാർ എന്നൊരു കാര്യം എല്ലാവരും പറയാറുണ്ട്. സത്യത്തിൽ ബയോളജി ടഫാണോ മക്കളെ? ആക്ച്വലി ബയോളജി ഈസ് ടഫ്. അതാണ് എൻ്റെ ചോദ്യം. സത്യത്തിൽ ബയോളജി ടഫാണോ സാറേ? ഏറ്റവും സിമ്പിളാന്ന് പലരും പറയുന്ന സബ്ജക്റ്റാണ് ബയോളജി, പക്ഷെ അത് എനിക്ക് ടഫ് ആകുന്നു സാർ. ഞാൻ കുറേ ബയോളജി പഠിക്കുന്നുണ്ട് സാർ, എനിക്ക് വേണ്ടത്ര മാർക്കില്ല സാർ. കുറേ ബയോളജി പഠിക്കുന്നുണ്ട് സാർ, പക്ഷെ അതിനനുസരിച്ചൊരു മാർക്കില്ല സാർ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ബയോളജിയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ, പഠിച്ചിട്ട് മാർക്കില്ലാത്തവർക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ സാർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാനാണ് കുറഞ്ഞ ടൈം കൊണ്ട്. സ്നേഹപൂർവ്വം ഒരു ബയോളജി ടിപ്പ് അങ്ങ് തന്നേക്കാമെന്ന് കരുതി മക്കളെ. അപ്പം ബയോളജി ടഫ് ആണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും, സാർ ഇത് വെരി സിമ്പിൾ, ബയോളജി ഈസ് വെരി സിമ്പിൾ. ഞാൻ പറയുന്ന പോലെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കും മക്കളെ. ബയോളജി ഈസ് വെരി സിമ്പിൾ. ടഫ് ഒന്നുമല്ല മക്കളെ. ടഫ് എപ്പോഴാകുന്നതെന്ന് അറിയാമോ? ഞാൻ കുറേ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയും, അപ്പം എന്താകും? ബയോളജി ടഫിലേക്ക് മാറും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, ഞാൻ പറയുന്നതുമായിട്ടുള്ള പോയിന്റ്സും ഒക്കെ നിങ്ങൾ കോറിലേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അങ്ങ് മാറ്റിയേക്കണം. ഈ പറയുന്നതൊക്കെ അങ്ങ് വൃത്തിക്ക് ചെയ്താൽ ബയോളജി സൂപ്പറായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം മക്കളെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലോ സാറേ, ബയോളജിയിൽ ചെയ്യേണ്ടാത്തത് എന്തൊക്കെയാ, ബയോളജിയിൽ സ്കോർ ചെയ്യാൻ ചെയ്യേണ്ടത് എന്തൊക്കെ, ചെയ്യേണ്ടാത്തത് ഏതൊക്കെ, ചെയ്യേണ്ടത് ഏതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമടാ. ആദ്യം തന്നെ ഞാൻ പറയണത് മക്കളെ, നമ്മൾ നോട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ വായിച്ചു പോയ പോയിന്റ് ആയിരിക്കാം ക്രൈറ്റീരിയ ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചപ്പോഴോ നിങ്ങൾക്ക് വേഗം കിട്ടാതെയായി. അതിൻ്റെ അർത്ഥം എന്താ? കുറേ നോട്ട് വായിച്ചിട്ട് കാര്യമില്ല മക്കളെ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെ നോട്ടിലെ ഓരോ പോയിന്റിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു ചാപ്റ്റർ എടുത്തു, പ്ലാൻ കിങ്ഡം എടുത്തു, കുറേ വായിച്ചു നോക്കിയിട്ട് കാര്യമില്ല. നോട്ട് ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് പരിചയം വരണം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? PYQ ചെയ്യണം. നോട്ട് വായിക്കുന്നതിനേക്കാൾ നല്ലതേതാ? PYQ ചെയ്യല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ മോഡലുകളും ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാ ചോദിക്കാന്നും എങ്ങനെയാ ചോദിക്കാന്നും നമുക്ക് ഒരു ഐഡിയ വരും മക്കളെ. ഒന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ടത് അതാ, നോട്ട് വായിക്കരുത്, PYQ നോക്കണം. നോട്ട് വായിക്കരുതെന്നല്ല, നോട്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആശ്രയിക്കേണ്ടത് PYQ ആയിരിക്കണം. അടുത്ത സാർ, എല്ലാ ബയോളജി +1 ബയോളജിയിൽ 9 ചാപ്റ്റർ ഉണ്ട് സാറേ. 9 ചാപ്റ്റർ അങ്ങ് പഠിച്ചു തുടങ്ങാം സാർ. ബയോളജിക്ക് ക്ലാസിഫിക്കേഷൻ തുടങ്ങാം, പ്ലാന്റ് കിങ്ഡം തുടങ്ങാം, മോർഫോളജി, അനാട്ടമി, ഇങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? ബയോളജിക്ക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു 3 മാർക്കാണ് വെയിറ്റേജ്. അതേസമയം സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററായ റെസ്പിറേഷനും ഫോട്ടോസിന്തസിസിനും ഒക്കെ ഏകദേശം ഓരോ ചാപ്റ്ററിനും 8 മാർക്ക് ഉണ്ട് വെയിറ്റേജ്. ഈ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ 3 മാർക്കേ കിട്ടിയുള്ളൂ. അതേ സമയം കൊടുത്ത് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഒക്കെ പഠിച്ചാലോ ഓരോ ചാപ്റ്റർ ഇതും 8 മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാ സാറേ? വെയിറ്റേജ് നോക്കിയിട്ട് വേണം പഠിക്കാൻ. ചുമ്മാ 9 ചാപ്റ്ററും അങ്ങോട്ട് ഓർഡറിൽ പഠിക്കുന്നേക്കാൾ നല്ലത് എന്താ സാർ? വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ ആദ്യം പഠിക്കുക, പിന്നെ വെയിറ്റേജ് കുറഞ്ഞതിലേക്ക് പിന്നീട് പോവുക. മനസ്സിലായോ? നോട്ടിനേക്കാൾ കൂടുതൽ PYQനെ ആശ്രയിക്കുക, വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ ആദ്യം പഠിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, സാർ നോട്ട് പഠിക്കുക എന്നതിലുപരി നോട്ട് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ NCERTയിലെ ഡയഗ്രാംസും നോക്കണം. ഡയഗ്രാംസിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ചിലർ നോട്ട് മാത്രമേ പഠിക്കൂ, ഇവിടേക്കാണ് മാർക്ക് പോവുക. നോട്ട് മാത്രം പഠിക്കും. നിങ്ങൾ NCERTയിലെ ഫിഗറുകളൊന്നും നോക്കൂല. നോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിഗർ വരയ്ക്കുന്നത് കുറവായിരിക്കും. NCERTൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലായിരിക്കും യഥാർത്ഥ ഫിഗർ കിടക്കുന്നത്. നോട്ട് പഠിച്ചു പോകും, പക്ഷെ ഫിഗറുള്ള 1-2 ക്വസ്റ്റ്യനൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. 3-4 ക്വസ്റ്റ്യനൊക്കെ എപ്പോഴും വരാറുണ്ട്. ആ 3-4 ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഡയഗ്രാം നോക്കാത്ത കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പൊ NCERT വായിക്കണം, അതിൻ്റെ ഒപ്പം ഡയഗ്രാംസും അതിലെ നോക്കണം.
അടുത്ത പോയിന്റ്, NCERT റീഡിങ്. ഞാൻ പറഞ്ഞ പോലെ NCERT റീഡ് ചെയ്യണം, നല്ല കാര്യമാണ്. NCERT റീഡ് ചെയ്യാൻ ചിലർക്ക് തോന്നുകയില്ല. കാരണം എന്താ, 10ാം ക്ലാസ്സിൽ ആകെ ഇത്രയും കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ആൾക്കാരാ സാറേ ഞങ്ങൾ. അവിടുന്ന് ഇത്രയും കട്ടിയുള്ള വലിയ NCERT എങ്ങനെയാ സാറേ വായിക്കുക? ബയോളജീൻ്റെ NCERT എങ്ങനെ വായിക്കാനാ? ബയോളജി NCERT വായിക്കണം മക്കളെ, ഫ്രം മൈ ഒപ്പീനിയൻ. ആദ്യം മുതലേ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ NCERT വായിക്കുന്നവർക്ക് ഒരുപാട് പേര് കാണും. ഇപ്പോഴും സമയത്തിൻ്റെ പ്രശ്നം കാരണം NCERT വായിക്കാതെ പോകുന്നവരുണ്ട്. അങ്ങനെ വായിക്കാതെ പോകുന്നതോടെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ എവിടുന്നെങ്കിലൊക്കെ NCERTൻ്റെ ഷോർട്ട് നോട്ട്സ് കിട്ടും, ആ ഷോർട്ട് നോട്ട്സ് എങ്കിലും വായിക്കണം. നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും NCERT വായിക്കണം. NCERTയിലെ ഡയഗ്രാംസ് മസ്റ്റായിട്ട് നോക്കണം. ടൈം ഇല്ലാത്തവരോട് ഞാൻ പറയാം, NCERTൻ്റെ എന്ന് പറഞ്ഞ വലിയ ബുക്കിനെ ചെറിയ ചെറിയ നോട്ടുകളാക്കി ഒരുപാട് PDF-കളൊക്കെ കിട്ടാറുണ്ട് നെറ്റിൽ. അതൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേഗം ഷോർട്ട് നോട്ട്സ് ആക്കി അത് പഠിക്കാവുന്നതാണ്. NCERT വായിക്കുക നല്ലതാണ്, അതിൻ്റെ ഷോർട്ട് നോട്ട്സ് വായിക്കുന്നത് നല്ല കാര്യമാണ്, ടൈം ഇല്ലെങ്കിൽ. അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സാർ ഇപ്പം ഞാൻ പറയാം, ഒരുപാട് ടൈപ്പുകളുണ്ട്. ഏതാ, അമീബോയ്ഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ്, അങ്ങനെ കുറേ ടൈപ്പുകളില്ലേ മക്കളെ? ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ പഠിക്കണം. ഓക്കെ, അമീബോയ്ഡ് അമീബ, ഫ്ലജല്ലേറ്റഡ് ആണെങ്കിൽ ട്രിപ്പനോസോമ, സ്ലൈമൗൾഡ് ആണെങ്കിൽ പ്ലാസ്മോഡിയം. ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പുകളുമുണ്ട്, അതിൻ്റെ എക്സാമ്പിളുകളുമുണ്ട്. ഇങ്ങനെ പലരും ഇങ്ങനെ 10 വട്ടം വായിക്കും. അമീബോയ്ഡ് പ്രോട്ടോസോവൻ, അമീബ, സീലിയേറ്റഡ്, പാരമീസിയം, ഫ്ലജല്ലേറ്റഡ്, ട്രിപ്പനോസോമ, ഇങ്ങനെ ഒരു 5 വട്ടം വായിച്ചു കഴിയുമ്പോൾ ചിലരുടെ തലയിൽ കയറും. അപ്പോൾ അവർ മടക്കി വെച്ച് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഈ 5 വട്ടം വായിച്ച് ആ ഒരു മൊമെന്റ് മാത്രമേ നമ്മുടെ തലയിൽ കയറുള്ളൂ. എപ്പോഴും തലയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? കോഡ് യൂസ് ചെയ്യാം. ചിലർക്ക് കോഡ് യൂസ് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല, പക്ഷേ മെജോറിറ്റി ആൾക്കാർക്കും കോഡ് ആശ്രയിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. കാണാ പഠിക്കുന്നേക്കാൾ നല്ലത് അതിനെ കോഡുകളാക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഓർമ്മ വരും, കൂടുതൽ മാർഗം കിട്ടും മക്കളെ. അടുത്ത എനിക്ക് പറയാനുള്ളത്, കാണാപഠിത്തം വേണ്ട മക്കളെ. ബയോളജിയിൽ പേരുകൾ മാത്രം കാണാതെ പഠിക്കുക. അല്ലാതെ ബയോളജി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്സിനേക്കാളും ഒരു കെമിസ്ട്രിനേക്കാളും ഒരു ബോട്ടണി സാറിന നിലയിൽ ഒരുപാട് കൺസെപ്റ്റ് ഉള്ളതാണ്. ബയോളജിയിലെ ഓരോ ലൈനുകളും കൺസെപ്റ്റാണ്. അത് പഠിപ്പിക്കുന്ന ഒരാൾക്ക് നല്ല പോലെ മനസ്സിലാകും. പലരും പറയും, സാർ കാണാ പഠിക്കാനുള്ള സബ്ജക്റ്റ് അല്ലേ ബയോളജി? അല്ല മക്കളെ, ചില പേരുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാ പഠിക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ ഒരുപാട് കൺസെപ്റ്റുകൾ നിറഞ്ഞതാണ് ബയോളജി. ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ല പോലെ ഇൻട്രസ്റ്റും തോന്നും, നല്ല പോലെ മാർഗം കിട്ടും. കൺസെപ്റ്റിലേക്ക് പോവുക കാണാപടിയിനേക്കാളും. അടുത്ത എനിക്ക് പറയാനുള്ളത്, സാർ ഇൻഡിവിജ്വൽ ടോപ്പിക്ക് പഠിക്കുന്നേക്കാൾ നല്ല ടോപ്പിക്കുകൾ പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ, സാർ എന്താ, NCERTയിൽ ലിവർ വേർഡ്സ് ഉണ്ടല്ലോ, ലിവർ വേർഡ്സിൻ്റെ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ ഒരു കുന്ന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഹെഡിങ് അവർ മോസസിനെ കുറിച്ചാണ് പറയുക. ഈ മോസസിൻ്റെ അടിയിൽ ഒരുപാട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി എന്താ ചെയ്യുക, ലിവർ വേർഡ്സിന് ഹെഡിങ് കൊടുക്കും, എന്നിട്ട് NCERTയിലെ സകല പോയിന്റുകളും പഠിക്കും. മോസസ് എന്ന് ഹെഡിങ് കൊടുക്കും, അതിൻ്റെ അടിയിലെ ഒരുപാട് പോയിന്റുകൾ പഠിക്കും. ഇതിനേക്കാൾ ബെറ്റർ, ഇത് നല്ലതാണ്, ഇതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ഏതാണെന്നറിയാമോ? ലിവർ വേർഡ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക, മോസസ് എന്ന് ഹെഡിങ് കൊടുക്കുക, രണ്ടിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് കമ്പയർ ചെയ്ത് പഠിക്കുക. കമ്പാരിസൺ എപ്പോഴും നല്ലൊരു മെത്തേഡാണ്, ഓർമ്മിച്ചിരിക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും. പരീക്ഷയ്ക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് ചോദിക്കാറുണ്ട്. ലിവർ വേർഡ്സും മോസസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? PS1 PS2 തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ? ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും നോൺ സൈക്ലിക് നമ്മളെ വ്യത്യാസം എന്തൊക്കെ? C3യും C4 നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെ? കമ്പയർ ചെയ്ത് ബോട്ടണി പഠിക്കുക. ഇൻഡിവിജ്വൽ ടോപ്പിക്ക് കുത്തിയിരുന്ന് പഠിക്കുന്നേക്കാൾ നല്ലത് എന്താ സാറേ? ടോപ്പിക്കുകൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും മക്കളെ ഒന്നുകൂടെ ബെറ്റർ. അടുത്ത് എനിക്ക് പറയാനുള്ളത്, സാർ ബയോളജിയിൽ 1 മാർക്ക് ക്വസ്റ്റ്യനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. NCERTൻ്റെ ഏതെങ്കിലും എവിടുന്നൊക്കെയും ഉള്ള ഒരു പോയിന്റ് ഒക്കെ എടുത്ത് ഇഷ്ടം പോലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു പേപ്പർ തുറക്കുമ്പം ആദ്യം കാണുന്ന 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ അതിൽ 1-2 ക്വസ്റ്റ്യൻ അറിയാത്തതായിരിക്കും. അത് കണ്ട് നിങ്ങൾ പേടിക്കാനേ പാടില്ല. നിങ്ങൾ കൂടുതൽ ബയോളജിയിൽ ഏതിൽ ഫോക്കസ് ചെയ്യണം? 2 and 3 മാർക്ക് ക്വസ്റ്റ്യൻ, 2-3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ. 1 മാർക്ക് ക്വസ്റ്റ്യനുകൾ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ലോകത്തെ. 1 മാർക്കിനുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ സൃഷ്ടിക്കാൻ പറ്റും. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇടാം. അതൊന്നെങ്കിൽ സിമ്പിൾ ആകാം, അല്ലെങ്കിൽ എന്താകാം, ടഫ് ആകാം.
അത് ആലോചിച്ചിരുന്ന് നിങ്ങളുടെ കുറേ ടൈം കളയല്. 1 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങളെ കുറേ ടൈം കളയല്. കൂടുതൽ നിങ്ങൾ ഏതിൽ ഫോക്കസ് ചെയ്യുക? 2 and 3 ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്യുക. ഇതൊക്കെയാണ് ബയോളജീൻ്റെ ബയോളജി സ്കോർ ചെയ്യാൻ വേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ. ഇനി ലാസ്റ്റ് ഒരു കാര്യം എനിക്ക് പറയേണ്ടത് മക്കളെ, ബയോളജി കാണാതെ പഠിക്കുന്നവരുമുണ്ട്, കൺസെപ്റ്റോടെ പഠിക്കുന്നവരുമുണ്ട്. എങ്ങനെ പഠിച്ചാലും ബയോളജി കുറച്ച് നീരാവിയായിട്ട് ആകാശത്തേക്ക് മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എന്താ ചെയ്യേണ്ടത് സാറേ? റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യലാണ് ഏത് സബ്ജക്റ്റിൻ്റെയും അൾട്ടിമേറ്റ് എന്താ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ. റിവിഷൻ ചെയ്തോ ബയോളജിയിൽ മാർക്ക് ഷുവറാ മക്കളെ. ഓക്കെ, ബയോളജി അടിപൊളിയാണ് റിവിഷൻ ചെയ്താൽ, നല്ല രസമാണ് റിവിഷൻ ചെയ്താൽ മക്കളെ. റീവിഷൻ എന്ന ആദ്യം ഒരു വട്ടം നോക്കിയിട്ട് പിന്നെ നോക്കുമ്പോഴാണ് റിവിഷൻ എന്ന് വിളിക്കുക. അല്ലാതെ ഇല്ലാണ്ടാക്കി വിഷൻ മാത്രമായിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ചെയ്യണം. റീവിഷനാ, വീണ്ടും 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 നോക്കണം. ഒരു വട്ടം നോക്കിയാലേ പിന്നീട് നോക്കേണ്ട കാര്യമുള്ളൂ. ഒരു വട്ടമെങ്കിലും നോക്കണം, എന്നാലേ കാര്യമുള്ളൂ. റിവിഷൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. റിവിഷൻ ചെയ്യണം മക്കളെ. സാർ, കോൺസെൻട്രേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. എത്രയൊക്കെ ലൈവ് നമ്മൾ എജുപോർട്ട് എടുക്കുന്നുണ്ട്, എല്ലാം അന്തം വിട്ട് കാണുന്ന ലൈവുകളാണെങ്കിലോ ഒരു കാര്യമില്ല. ഓരോ ലൈവും കൺസെപ്റ്റോടെ, കോൺസെൻട്രേഷനോടെ, ശ്രദ്ധയോടെ ഓരോ ക്വസ്റ്റ്യനും, ഓരോ ലൈവുകളും, ഓരോ സെന്റൻസും, ഓരോ ടോപ്പിക്കും പഠിക്കാൻ നോക്കും മക്കളെ. അപ്പോൾ അടിപൊളിയാകും ബയോളജി. ഇതൊക്കെയാണ് ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് സാധനങ്ങൾ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതൊന്നുമല്ല മക്കളെ. എൻ്റെ അഭിപ്രായത്തിൽ ബയോളജിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയാമോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞ വെയിറ്റേജും 2 and 3 മാർക്കിൻ്റെ ഫോക്കസിങ്ങും കോൺസെൻട്രേഷനേക്കാളും കോഡുകളെക്കാളും കമ്പാരിസനേക്കാളും ഡയഗ്രാമിനേക്കാളും PYQനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ നിങ്ങൾക്ക് എന്താണെന്നറിയാമോ മക്കളെ? പഠിക്കണമെന്ന തോന്നല്. എനിക്ക് പഠിക്കണം, എനിക്ക് മാർക്ക് വേണം, പരീക്ഷ എത്തി മാർക്ക് കിട്ടിയാലേ തുടർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഇതിനു വേണ്ടി ഉപയോഗിച്ച പൈസയൊക്കെ വേസ്റ്റ് ആയല്ലോ, എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ പ്രതീക്ഷകളൊക്കെ വേസ്റ്റ് ആയല്ലോ എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടെങ്കിലേ ഈ ടോപ്പിക്കുകൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ബയോളജിയിലല്ല ഏത് സബ്ജക്റ്റിലും മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ബയോളജി മാർക്ക് വാങ്ങിക്കാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇതൊക്കെ ഫോളോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ വേണം. എന്താ സാറേ? പഠിക്കണം എന്നുള്ള തോന്നൽ. അപ്പം എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. എടാ, നമുക്കൊക്കെ എന്താടാ കുറവുള്ളത്? ഇരുന്നങ്ങ് പഠിക്കുക മക്കളെ. ഇനി അതിൻ്റെ ദിവസങ്ങളാണ്, പഠിക്കാനുള്ള സമയങ്ങളാണ്. ഇനി ഒരുപാട് ലൈവുകൾ വരുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ റിലേറ്റഡ് വീഡിയോസ് വരുന്നുണ്ട്, ഡയഗ്രാം റിലേറ്റഡ് വീഡിയോസ് വരുന്നുണ്ട്, ഞാൻ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ വരുന്നുണ്ട്. എല്ലാം മുതലാക്കുക, നല്ലപോലെ ഇരുന്ന് പഠിക്കുക. പഠിക്കണമെന്നൊരു തോന്നൽ മനസ്സിലുണ്ടായാൽ മതി. ഞാൻ ഈ പറഞ്ഞ 10 ടിപ്പുകളുണ്ടല്ലോ, 10 നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും മക്കളെ. നല്ല പോലെ പഠിക്കുക. ഇതൊക്കെ ചെയ്താൽ ബയോളജി സിമ്പിളാണ് മക്കളെ. ഓക്കെ, നല്ല പോലെ മാർക്ക് വാങ്ങിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഞങ്ങളുണ്ടടാ കൂടെ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടടാ.